കസ്റ്റമറിന് വെസൽ ഫിൽട്രേഷൻ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കിച്ചൺ പ്യൂരിഫയറിന്റെ കണ്ടീഷനും വളരെ മോശമാണ്. നമ്മൾ ഇന്നത്തെ വർക്ക് വരുന്നത് വടകരയിൽ ഇരിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വിളിച്ച സമയത്ത് പറഞ്ഞത് ഞാൻ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കസ്റ്റമർ ഓൾറെഡി വേറെ സ്ഥലത്ത് നിന്ന് വെസൽ ഫിൽട്രേഷനും കിച്ചൺ പ്യൂരിഫയറും വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 1 ഇയർ മുന്നേ. കസ്റ്റമറിന് ഇപ്പോൾ സർവീസ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ വെച്ചിട്ട് ഇപ്പം 1 വർഷത്തിന് മുകളിലായി. ഇപ്പം ബാക്ക് വാഷ് പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ട് കസ്റ്റമറിന് വെസൽ ഫിൽട്രേഷൻ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ കിച്ചൺ പ്യൂരിഫയറും ഇപ്പം വർക്കിംഗ് അല്ല. നമ്മൾ സൈറ്റ് വിസിറ്റ് എടുത്ത് പോയി നോക്കുന്ന സമയത്ത് ബാത്റൂമിലൊക്കെ മഞ്ഞ കളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ ചോദിച്ച സമയത്ത് പറഞ്ഞത് വെച്ചിട്ട് 1 മന്തിന് ശേഷം ഇത് ഇങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായത്. അവരോട് ചോദിച്ച സമയത്ത് അത് ക്ലിയർ ആവും, ബാക്ക് വാഷ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ആൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇപ്പോൾ വർക്കൊന്നും ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ചെയ്തിട്ടാന്ന് പറഞ്ഞു. നമ്മളങ്ങനെ പോയി റീഫില്ലെടുത്തു. ഇവിടെ അയണിന്റെ കണ്ടന്റ് കുറച്ച് കൂടുതലാണ്, അതേപോലെ ടെർബിഡിറ്റിയും കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു 1384 വെസൽ മാത്രം വെച്ചാൽ പോരാ, ഒരു ഡോസിം പമ്പും കൂടി വേണം. അപ്പോൾ അങ്ങനെ കസ്റ്റമർക്ക് നമ്മളൊരു കൊട്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കസ്റ്റമർ ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ റീഫില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് അതേപോലെ ഡോസിം പമ്പും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെന്നെങ്കിലും വെസൽ ഫിൽട്രേഷനോ കിച്ചൺ പ്യൂരിഫയറോ ചെയ്യുന്ന സമയത്ത് സർവീസ് പ്രോപ്പറായിട്ട് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യുക. അതിനുശേഷം മാത്രം എവിടെ നിന്നാലും പർച്ചേസ് ചെയ്യുക. 1 വർഷമായിട്ട് കിച്ചൺ പ്യൂരിഫയർ സർവീസ് ചെയ്യാത്തതുകൊണ്ട് ഇവിടുത്തെ കിച്ചൺ പ്യൂരിഫയറിന്റെ കണ്ടീഷനും വളരെ മോശമാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇതുപോലെ എവിടെന്നെങ്കിലും ചെയ്തിട്ട് സർവീസ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, നിങ്ങളത് ഫിൽട്രേഷൻ ക്ലിയർ ആക്കാൻ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം.